ഇപ്പോൾ ഈ പൈസ എണ്ണുമ്പം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് കാലഘട്ടങ്ങളിൽ എല്ലാ മന്ത്ലിയിലും നമുക്ക് സാലറി കിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ആദ്യം ഓർക്കും, പിന്നെ നമ്മുടെ ഗുരുക്കന്മാരെയും ഓർക്കും. അല്ലേ ഗൈസ്? അങ്ങനെയല്ലേ? അതെ, ഒട്ടുമിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിപ്പോൾ നമ്മൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാങ്ങി. അപ്പോൾ അതിലൊരു വീടുണ്ടായിരുന്നു. അതിൽ കുറേ വീടിന് കുറച്ച് മിനുക്കുപണിയൊക്കെ ചെയ്ത് നമ്മളത് റെൻറ്റിന് കൊടുത്തു. അപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ആ ഒരു പൈസയാണിത്. അപ്പോൾ എല്ലാ മാസവും ഞാനല്ല വാങ്ങിക്കാറ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ. ആരെങ്കിലും വരുമ്പോൾ മോനോ ഹസ്ബൻഡോ ആരെങ്കിലും വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ഈ പ്രാവശ്യം ആളെന്നെ, ഞാനങ്ങനെ നോക്കുമ്പോൾ ആളെന്നെ തന്നെ കൊണ്ടു തന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഓരോ നോട്ടുകൾ എടുക്കുമ്പോഴും എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നല്ല ഒരു ഓർമ്മ വരികയാണ്. അവരിന്ന് ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ ഞാനിങ്ങനെ ഈ പൈസ എണ്ണുന്നതിന് ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഇതിപ്പോൾ എണ്ണാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അവർ വാട്ടർ ബില്ലും കൊണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ റെൻറ്റും കൊണ്ട് തന്നപ്പോൾ എനിക്ക് കുറച്ച് പിന്നിലേക്കൊന്ന് പോകാനോന്ന് ആലോചിച്ചു. ഞാൻ ഇന്ന് ഈ എണ്ണുന്ന 500-ൻ്റെ നോട്ടുകളായാലും 50-ൻ്റെ നോട്ടുകളായാലും എത്രയാണെന്ന് പറഞ്ഞാലും ഓരോ നോട്ടിലും നമ്മുടെ നോട്ടിന്മത്തെ ഗാന്ധിജിയെ കാണും പോലെ നമ്മുടെ മാതാപിതാക്കളെ ഞാൻ കാണുന്നു. കാരണം ഒരുപക്ഷെ അവരില്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളില്ല. ഈ ലോകം ഇങ്ങനെ ചുറ്റി തുറന്ന് കാണാനും ചുറ്റി സഞ്ചരിക്കാനും ഒക്കെ കാരണഭൂതർ അവർ തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ ഓർമ്മകൾ എൻ്റെ നോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതാണ് ഞാനിതിപ്പം എണ്ണിക്കൊണ്ടിരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നോട്ട് കാണാത്തവരും പൈസ കൈകാര്യം ചെയ്യാത്തവരും ഇല്ലയെന്ന്. ഇതിൽ എൻ്റെ അധ്വാനവും അവരുടെ കഷ്ടപ്പാടുമാണ് ഇത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലാരും പങ്കാളികളില്ല. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് 35 വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലമാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതിന് പൈസയുടെ മൂല്യം എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം കുട്ടികളോട് പഠിക്കാൻ പറയുമ്പോൾ, മാതാപിതാക്കൾ പഠിക്കാൻ പറയുമ്പോൾ അവർ നല്ല നിലയ്ക്ക് പോവുക. അവരെ തിരിച്ച് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ജീവിച്ചിരിക്കുമ്പോൾ അവരെ നമുക്ക് സ്നേഹിക്കാം. മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഈ പൈസ ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചിന്ത പോയതാണ്, അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പം നമ്മളുടെ തലമുറ എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല, എന്തായിത്തീരും എന്നും നമ്മുടെ കയ്യിലില്ല, നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പൈസ എണ്ണിയപ്പോൾ എൻ്റെ മാതാപിതാക്കളെയും അവരുടെ സ്നേഹവാത്സല്യങ്ങളും അവരുടെ ശാസനകളും അവരുടെ പരിരക്ഷയും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരുപക്ഷെ ഇന്ന് ഞാൻ വാങ്ങിയത് കൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റി. ഞാൻ വാങ്ങിക്കാറില്ല, ഞാൻ കാണാറില്ല, അവർ വന്ന് എടുക്കുന്നതും കാണാറില്ല. അപ്പം എന്തായാലും നമ്മുടെ സ്വന്തം അധ്വാനത്തിൻ്റെ പൈസ ഇതിൽ യാതൊരുവിധ പങ്കാളികളില്ല. അപ്പം നമ്മുടെ അധ്വാനം, നമ്മുടെ സമ്പാദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. സമ്പാദ്യമാണ് എങ്കിലും ഉള്ളത് കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.